ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് മെത്തേഡ് ഉണ്ട്. ഇപ്പം നമ്മൾ പറയും വിഷ്വലി പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, ഓഡിറ്ററി സ്കിൽസ് മാത്രം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഞാൻ ബേസിക്കലി ഒരു ഓഡിറ്ററിയാണ്, എൻ്റെ ലേണിംഗ് മെത്തേഡ് ഓഡിറ്ററിയാണ്. അപ്പോൾ കൈനസ്തെറ്റിക് ഉള്ള ലേണിംഗ് മെത്തേഡ് VAK എന്ന് പറയും, വിഷ്വൽ ഓഡിറ്ററി കൈനസ്തെറ്റിക്, അങ്ങനെ ഓരോ ലേണിംഗ് മെത്തേഡ്സ് ഉള്ള കുട്ടികളുണ്ട്. അപ്പം നാട്ടിലെയൊക്കെ സിസ്റ്റം കൂടുതലും വിഷ്വലിയാണ്, അതായത് ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കുന്നു, അത് വിഷ്വലി കണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഈസിലി അത് പഠിക്കാൻ പറ്റും. അതല്ല ഒരു ഓഡിറ്ററി സ്കിൽസ് ഉള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ കൈനസ്തെറ്റിക് സ്കിൽസ് ഉള്ള ഒരു കുട്ടിയോ ആണെങ്കിൽ അവർക്ക് ഇത് എന്തൊക്കെയോ മുന്നിൽ നടക്കുന്നോന്നല്ലാതെ ഒരു ബ്ലാങ്ക് പോലെയായിരിക്കും, അവർക്ക് ഒരു ഐഡിയയും കാണത്തില്ല. അപ്പം ഇവിടെ നമ്മൾ ആ ലേണിംഗ് മെത്തേഡ്സിനനുസരിച്ച് കുട്ടികളെ പഠിക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. അത് ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്സിലായിരിക്കും, നമ്പേഴ്സിലായിരിക്കും ഒരു പ്രശ്നമുള്ളത്. ചില കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജ്, ലെറ്റേഴ്സ്, വേർഡ്സ് കണ്ടിട്ടില്ലേ, C ഒക്കെ എഴുതുന്നതിന് വരെ തിരിച്ചെഴുതുക, B ഒക്കെ D പോലെ എഴുതുക അല്ലെങ്കിൽ തിരിച്ചെഴുതുക, അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അതേപോലെ വലിയൊരു പാരഗ്രാഫൊക്കെ കാണുമ്പോൾ അവർക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റാതെ വരിക, അതിനെ ചങ്ക് ചെയ്ത്, അതായത് മെല്ലെ മെല്ലെ ഷോർട്ടാക്കിയൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് അത് മനസ്സിലാവും. അങ്ങനെയൊക്കെ ഒത്തിരിയും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും. പഠിത്തം ബുക്ക് കാണുമ്പോൾ തന്നെ സ്ട്രെസ് ആവുക, അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ സ്ട്രെസ് ആവുക, അങ്ങനെയുള്ള അത്തരം കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കൊരു വേറൊരു ലേണിംഗ് ടീച്ചിങ് മെത്തേഡാണ് കൊണ്ടുവരേണ്ടത്.